ഹായ്, എല്ലാവർക്കും സുഖമാണല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ സമയത്തുള്ള വീഡിയോ ആണ്. ഇത് ജൂൺ 2 എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോഴാണ് സമയം കിട്ടിയത് തന്നെ. അപ്പം ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം ഇറങ്ങിയത് ഒരു 3:40 ഇറങ്ങി. നാട്ടിലെത്തിയ സമയത്ത് ഒരു 5-5:30 ആയപ്പോൾ നാട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തി ഡ്രസ്സെല്ലാം മാറി. ഇപ്പോൾ കുട്ടികൾ എല്ലാം മാറി, കുട്ടികളെല്ലാം ഉണർന്നപ്പോൾ നമുക്ക് ലഗേജ് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ കുവൈറ്റ് എയർവേയ്സിൽ 2 ലഗേജ് ഉണ്ട്. 2 ലഗേജ് ഒന്ന് 23 അപ്പോൾ ഒരു പെട്ടിക്കകത്ത് 23 കിലോ ആണ്. അപ്പോൾ ഈ പെട്ടിയിലും 23 കിലോ ആണ്. അപ്പോൾ ഞാൻ പിള്ളേരെല്ലാം വിളിച്ച് വന്നിരിക്കുക. അപ്പോൾ ഇമാർ എൻ്റെ 2 ആൺപിള്ളേരുണ്ട്. എനിക്ക് മൊത്തം 3 പിള്ളേരാണ്. പിന്നെ എൻ്റെ പെങ്ങളുടെ മക്കളും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് ഇമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിടിവലിയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇമാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പെട്ടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മൂത്തവൻ ആദ്യം പറഞ്ഞിട്ടാണ് അത്ത JCB വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ JCB വാങ്ങി. JCB ഉണ്ട്. അപ്പോൾ അവൻ JCB ആണ് നോക്കുന്നത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചെറുക്കൻ. ഇത് മൂന്നാമത്തെ മോൻ. അപ്പം ആദ്യത്തെ മൂത്ത കുട്ടി പെൺകുട്ടിയാണ്. ഓക്കെ, അപ്പം അവരുണ്ട്. എൻ്റെ മുകളാണ് കയ്യെ പിടിക്കുന്നത്. അപ്പം ഇങ്ങനെ ലഗേജ് പൊട്ടിച്ച സമയത്ത് ആദ്യം എൻ്റെ കുഞ്ഞിന് മൂത്ത പെൺകുട്ടിക്ക് സ്കെച്ച് ടോയ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങി. ഇത് രണ്ടാമത് ബാഗ്. രണ്ടാമൻ സ്കൂളിൽ പോയി. UKG ഇന്ന് മുതൽ പ്ലേ ക്ലാസ്സിൽ ഇന്ന് മുതൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ അവന് വേണ്ടി ഒരു ബാഗ് വാങ്ങി, ബാറ്ററി ബോക്സ് വാങ്ങി. ഇതെല്ലാം ഈ നാട്ടിൽ കിട്ടും, പക്ഷേ ഇന്ന് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഞാൻ കുവൈറ്റിൽ നിന്ന് വാങ്ങിയത്. അത്രയും നല്ല സാധനമാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് പ്രൈസും കുറവാണ് അങ്ങനത്തെ നോക്കുമ്പോൾ. അപ്പോൾ എന്നാലും യാത്ര കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡ്രസ്സിൽ മാറി ഇമാർ JCB പെട്ടി പൊട്ടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടി പൊട്ടിച്ചിട്ട് മൂത്തവന് JCB ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതും JCB ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു JCB ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം 3 JCB വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇമാർക്ക്. അങ്ങനെ സാധനം പൊട്ടിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും വൈഫിൻ്റെ വീട്ടിൽ കൊടുക്കണം, എൻ്റെ വീട്ടിൽ കൊടുക്കണം. അതിൻ്റെയൊക്കെ സാധനം ഞാൻ പറക്കി വെക്കുവാണ്. ഇതാണ് വൈഫിൻ്റെ വീട്ടിൽ സ്പ്രേ, ഷാമ്പു, സോപ്പ്, പിന്നെ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളും ഇങ്ങനെ മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, കൊച്ചമ്മ ഈ അത്തയുടെ ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കണം, പിന്നെ അങ്ങനെയൊക്കെ ആൾക്ക് ഇത്രയും സാധനം മാറ്റി വെക്കണം. അതൊക്കെയെല്ലാം ഇങ്ങനെ നമ്മുടെ പ്രവാസികൾക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ തിരക്കായിരുന്നു. അങ്ങനെ പെട്ടി പൊട്ടിച്ച് ഈ പെട്ടിയിലെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ പെട്ടിയെല്ലാം പൊട്ടിച്ച് സാധനം എല്ലാം പറക്കി കൊടുക്കുവാണ്. സ്കെച്ച് പിള്ളേർക്ക് സ്കൂൾ തുറക്കുന്ന സമയമല്ലേ. അപ്പോൾ സ്കെച്ച് പേനയും പിന്നെ വാട്ടർ ബോട്ടിലും ബാഗും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ, സോപ്പ്, ഷാമ്പു, അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇതൊക്കെയല്ല. ഈ പെട്ടിയിൽ മൊത്തം ഷാമ്പു, സോപ്പ്, ഈ ടോയ്സ്, പിന്നെ അങ്ങനെയൊക്കെ സാധനങ്ങൾ ഈ പെട്ടിക്കകത്ത് ഫുള്ള്. കാരണം ബാക്കി മുട്ടായും എല്ലാം വേറെ പെട്ടിക്കകത്താണ്. പിന്നെ ഞാൻ മുട്ടായി മാത്രം 20 കിലോ മുട്ടായി മാത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ അതിൻ്റെ കൂടെ ഫുഡ് ഐറ്റങ്ങൾ, മീൻസ് പാൽപ്പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ടാങ്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം ഇത് പൊട്ടിച്ചപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് വന്നേ. അടുത്ത രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കുന്ന സമയം ഞാൻ കാണിക്കാം. അതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അത് ഫുള്ള് മുട്ടായാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സ്കൂളിൽ കൊടുക്കണം, കൂട്ടുകാർക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മുട്ടായി മാത്രം ഇതെൻ്റെ അവൻ തട്ടിപ്പറിച്ച് ഇത് അവൻ്റെയാന്ന് പറഞ്ഞ് ചെറിയ ടോയ്സ് ഉണ്ടല്ലോ, മറ്റേ പാവക്കുട്ടിയുടെയും ആന, അങ്ങനെയൊക്കെ ചെറിയ ടോയ്സ്, ആ സംഭവമാണ് അത്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് വേണമെന്നൊക്കെ എല്ലാം. അപ്പം ബാക്കി സാധനങ്ങൾ ഇപ്പോൾ അടുത്ത പെട്ടി പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇമ്മാരുടെ അടുത്ത പെട്ടി, അതാണ് ഇമ്മാരുടെ മുട്ടായി മാത്രമുള്ളതാണത്. ഇത് ഇമ്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാണ്. ഞാൻ 23 കിലോ മുട്ടായി മാത്രം വാങ്ങി. അപ്പം അതാണ് മൊത്തം ഡയറി മിൽക്ക്, അങ്ങനെയൊക്കെ എല്ലാം ഒരുപാട് മുട്ടായി, ഒരുപാട് പേരുണ്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടായി എല്ലാം പൊട്ടിച്ച് നമ്മളെ സന്തോഷം കാണാം. അതെടുക്കുന്നു, ഇതെടുക്കുന്നു. ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഒരു മുട്ടായി അവിടെ, മഞ്ചൽ അവിടെ, കിറ്റ്കാറ്റിൽ അവിടെ, ഡയറി മിൽക്ക് കട്ടിലിൻ്റെ അടി, പിന്നെന്താ ചോക്ലേറ്റ്, വേറെ കുറേ ചോക്ലേറ്റ് ഉണ്ട്, ആ ചോക്ലേറ്റ് എല്ലാം സെറ്റിയുടെ അടി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആകെ ജഗപുകയായിരുന്നു. മാഷാ അല്ലാഹ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്കും ഇത് ഭയങ്കര സന്തോഷമായി. കാരണം അവന്മാരുടെ സന്തോഷമല്ലേ, അവന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയില്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്.
നമ്മൾ പ്രവാസിയായിട്ട് പോയിട്ട് ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. എല്ലാ പ്രവാസികൾക്കും അറിയാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്